ഉസ്താദ്. നമ്മൾ ഒരുപാട് വിവരങ്ങൾ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനിക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു വിശാലമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും സൗണ്ട് കുറവുണ്ടെന്ന് തോന്നല്ലേ? ഇപ്പൊ സൗണ്ട് ശരിയായില്ലേ? പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. നമ്മളിൽ ഇനി കുറഞ്ഞ ദിവസം കൊണ്ട് റബീഉൽ അവ്വൽ മാസം നമ്മെ ഇവിടെ പറയും. പിന്നെ വരുന്ന റബീഉൽ ആഖിർ മാസമാണ്. അങ്ങനെ മാസങ്ങളും ദിവസങ്ങളും നമ്മളിൽ നിന്ന് ഐസും കെട്ടാലിയുന്നത് പോലെ കൊഴിഞ്ഞു പോകും. ചെറിയ കുട്ടികൾ വലുതാകും, വലിയവർ പ്രായമായവർ മരണപ്പെട്ടു പോകും. അതല്ലാതെ തന്നെ യുവാക്കളും ചെറിയ മക്കളുമെല്ലാം ഒരുപാട് ഇങ്ങനെ മരണപ്പെട്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ ബർസഖിയായ ലോകത്തിലേക്ക് യാത്ര ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഇത് മനുഷ്യന്റെ ഈ ദുനിയാവിലുള്ള ജീവിതത്തിന്റെ ഒരു ശൈലിയാണ്. ശാശ്വതമല്ലാത്ത ഈ ദുനിയാവ്, ഇവിടെ മനുഷ്യൻ ചെയ്യുന്നതും പറയുന്നതും അവനിക്കൊരു എന്നും നിലനിൽക്കാനുള്ള മാർഗമോ വഴിയോ അല്ല. പക്ഷേ അവനിക്ക് എന്നും ജീവിക്കാനും സന്തോഷിക്കാനുമുള്ള ഒരു വഴി, ഒരു സ്ഥലം, അത് ബർസഖിയായ ലോകമാണ്. അതാണ് മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത്. ദിവസേന എഴുന്നുകൾ കരസ്ഥമാക്കുന്നു, ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കുന്നു. പല രൂപത്തിലും പല ആളുകളും പല വിഷയങ്ങളും പറഞ്ഞു തരുന്നു. പക്ഷെ നമ്മളത് പ്രാവർത്തനമായി നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. ഇങ്ങനെയുള്ള ഈ സൈബർ ലോകത്തിരുന്ന് ക്ലാസുകൾ ശ്രവിക്കുന്ന ഓരോ ആളുകളും ഈ ക്ലാസുകൾ കേട്ട് ഒരു ചെവിയിൽ കേട്ട് മറ്റൊരു ചെവിയിൽ അത് വിടലാണോ അല്ല, അത് പ്രാവർത്തികമായി പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നത് നോക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ ഉസ്താദുമാരും എല്ലാവരും നമ്മളോട് ഉപദേശിക്കുന്നത് നന്മ കൊണ്ടാണ്. അപ്പൊ നന്മ കൊണ്ട് ഉപദേശിക്കുമ്പോൾ നമ്മെ നന്മയിൽ നിന്ന് തിരുത്തിക്കാൻ നമ്മുടെ ശത്രുവായ ഇബ്ലീസ് നമ്മുടെ കൂടെ ഉണ്ടാകും. അപ്പൊ നമ്മൾ കേട്ട് അങ്ങനെ പോവും. അപ്പൊ അത് ചെയ്യാനുള്ള താല്പര്യം നമ്മൾക്ക് ഉണ്ടാവില്ല. അത് പറ്റൂല. നമ്മൾ ഒരു വിഷയം കേട്ടാൽ, ഒരു വയലാവട്ടെ, ക്ലാസ് ആവട്ടെ, ഒരു ഉപദേശമാവട്ടെ, ഏത് കേട്ടാലും അതിൽ നിന്ന് നല്ലതും നമുക്ക് എടുക്കാൻ പറ്റിയതുമായ കാര്യങ്ങളെല്ലാം നാം എടുത്ത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവന്നാൽ മനസ്സാ വാച കർമ്മണ, ഈ മൂന്ന് വിഷയവും യോജിക്കുമ്പോഴാണല്ലോ നമുക്ക് ഒരു കാര്യത്തിന്റെ നതീജ, അതിന്റെ ഫായിദ, ഉപകാരമുണ്ടാവുകയുള്ളൂ. അപ്പൊ അതിലേക്കാണ് നാം എന്താവേണ്ടത്? ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഓരോ വിഷയവും പ്രധാനപ്പെട്ടത് 5 വക്ത് നിസ്കാരം. കൃത്യമായി അതിന്റെ വക്തിൽ, അവ്വൽ വക്തിൽ നിസ്കരിക്കാൻ എല്ലാവരും തുനിയുക, എല്ലാവരും ശ്രമിക്കുക. അവ്വൽ വക്തിലായിരിക്കണം നിസ്കരിക്കൽ. അപ്പോ അവിടുന്ന് ഒരാൾക്ക് ജോലി ഉണ്ടായിട്ട് നിസ്കാരത്തിനെ പിന്തിച്ചോ ഒരാള്, അങ്ങനെ
കള ആകുന്നതിന് മുമ്പായിട്ട് അവൻ നിസ്കരിച്ചാൽ അതിന് ഒരു ബുദ്ധിമുട്ടില്ല. കാരണം ജോലി ഉണ്ട് എന്നുള്ള കാരണമാണ്. കാരണം കൊണ്ട് പിന്തിച്ചാലേ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് അതിൽ നിന്ന് അത് കാരണം എന്നുള്ള ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ആ അവ്വൽ വക്തിൽ കിട്ടുന്ന കൂലി പിന്നെ സവാബ് കിട്ടിക്കൊള്ളണം ഇല്ല, കാരണം എന്തായാലും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവ്വൽ വക്ത് എല്ലാവരും ലാസിമാക്കണം. അതുപോലെ തന്നെ ഫർള് നിസ്കാരത്തിന്റെ കൂടെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ അതും ലാസിമാക്കണം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നാളെ മഹ്ശറയിൽ അള്ളാഹുവിന്റെ സാന്നിധ്യം വരുന്ന ജനങ്ങൾ അവരുടെ ഹിസാബ് കണക്ക് ചോദ്യങ്ങൾ നടക്കുന്ന സന്ദർഭം അവർ ഇങ്ങനെ ഓരോ വിഷയങ്ങളിലും കാര്യങ്ങൾ നടന്നു പോകുമ്പോൾ നമസ്കാരത്തിന്റെ ബാബ് തുറക്കുമ്പോൾ അതിൽ എവിടെങ്കിലും നമസ്കാരം അവൻ നിർവഹിച്ചതിൽ പിശക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കി അവിടെ ആ പിശക് തീർക്കാൻ വേണ്ടി സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. ഫർള് ശരിയല്ലെങ്കിൽ അവിടെ സുന്നത്ത് നിർവഹിച്ചിട്ടുണ്ടോ. എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ, സുന്നത്ത് അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫർള് ശരിയല്ലാത്ത ഭാഗത്തേക്ക് അത് വെച്ചു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഫർള് നിസ്കാരത്തിന്റെ കൂടെ ഉള്ള സുന്നത്ത് നിസ്കാരവും നാം ലാസിമാക്കണം. ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, അത് ഉസ്താദുമാർക്കും മുസ്ലിയാക്കന്മാർക്കും മാത്രമാണ്. നമുക്ക് ഫർള് ആ പറഞ്ഞത് എന്താണ്, ആ വരക്ക് വരച്ചിട്ട് അത് മാത്രം നിസ്കരിച്ച് പോയാൽ മതി എന്നുള്ള ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് അധികം ആളുകളും ഫർള് മാത്രം നിസ്കരിച്ച് ഓടിപ്പോകുന്ന ഒരു സ്വഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ശരി, നിസ്കരിച്ചാൽ നിങ്ങൾ ഉടനെ പിന്നെ ദുആയും കഴിഞ്ഞ് പോയിക്കോളി, അള്ളാഹുവിന്റെ ഫള് തേടിക്കോളി. എന്നാലും അവിടെ നിന്ന് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കേണ്ട എന്നൊന്നും അള്ള പറഞ്ഞിട്ടില്ല. നിങ്ങൾ എത്ര നിസ്കരിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കേട്ട വിഷയമായിരിക്കാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ നിന്ന് സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ രണ്ട് കാലും നീരുകെട്ടി ഇങ്ങനെ കാണുന്നൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കണ്ടായ, അല്ല ഹബീബായ റസൂലുള്ളാഹി തങ്ങളവറുകളെ, എന്താണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്കൊരു ദോഷവും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത്രയും ഭയപ്പെടുന്നത്, ഇത്രയും നിസ്കാരം നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള മറുപടി എന്തായിരുന്നു? അള്ളാഹുവിന്റെ ദോഷങ്ങളെല്ലാം വിട്ടുപുറത്തിന് ഇനി വേണ്ടല്ലേ, നിസ്കരിച്ചില്ലെങ്കിൽ ശരിയാണല്ലേ, ആയിഷ ഉമ്മ നിങ്ങൾ പറഞ്ഞത് ശരിയാണല്ലേ, അപ്പൊ ഇനി നിർത്താം എന്നാണോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അല്ല. അവിടുന്ന് ബീബി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങോട്ടൊരു ചോദ്യം ചോദിക്കേണ്ടായിരുന്നു. അല്ല ഉമ്മാത്തുൽ മുഅ്മിനീൻ ഉമ്മി, അല്ല എന്റെ പ്രിയ സഹധർമ്മിണിയെ, അഫല അകൂന അബ്ദൻ ശക്കൂറ, അല്ല ഞാൻ അള്ളാഹുവിനിക്ക് ശുക്ർ ചെയ്ത, നന്ദി ചെയ്ത ഒരു അടിമ ഞാനും ആവണ്ടേ? ഞാനൊരു പ്രവാചകനാണ്, എനിക്കെല്ലാ ദോഷവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇബാദത്ത് ചെയ്യാതിരുന്ന പറ്റുമോ? ഞാനും അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യേണ്ട, എനിക്കും ഇല്ല അള്ളാഹുവിനോട് ഒരു കർത്തവ്യം എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചോദിക്കേണ്ടത്. നോക്കൂ, സ്വർഗത്തിന്റെ ജന്നാത്തുൽ ഫിർദൗസ്, അഅ്ലാ സ്വർഗത്തിന്റെ സ്ഥാനം ലഭിക്കുന്ന മഖാമുൽ മഹ്മൂദ് എന്ന സ്ഥാനം ലഭിച്ച ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിസ്കാരം ഫർളല്ല കേട്ടോ, സുന്നത്ത് നിസ്കാരാണേ, പകലല്ല കേട്ടോ, രാത്രിയാണേ. നമ്മൾ പകല് പോലും നിസ്കരിക്കല്ല, പിന്നെ രാത്രി ദിവസം പിന്നല്ലേ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുള്ള യഥാർത്ഥ ഒരു വിശ്വാസിയാണോ? സംശയിക്കേണ്ടതില്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് മസ്തതഅതു മനിത്തബഅ എന്ന് പറഞ്ഞ പോലെ കഴിവിന്റെ പരമാവധി പിൻപറ്റണം. എല്ലാം പിൻപറ്റാൻ പറ്റൂല, കാരണം അള്ളാഹുവിന്റെ ഹബീബ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം നമുക്ക് പിൻപറ്റാൻ സാധിക്കും. എന്നാലും കഴിവിന്റെ പരമാവധി പിൻപറ്റാൻ പറ്റുന്ന ഇത്തിബാ സുന്ന നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ റസൂലുള്ളാഹിന്റെ മുഹിബ്ബാവുക? പിന്നെ എങ്ങനെയാ ഉമ്മുൽ കൗസർ വാങ്ങാൻ നമുക്ക് ധൈര്യം വരിക? ആരെങ്കിലും
കൂടിയ രാത്രി ആ ഇരുട്ട് മുട്ടിയ രാത്രി, തണുപ്പ് രാത്രിയിൽ എനിക്ക് 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിക്കുന്നുണ്ടോ? ഞാൻ എന്റെ നഫ്സിനോട് ചോദിക്കാണ്, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല. എന്നാൽ എന്റെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ പറയാനുള്ളത്, നമുക്ക് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോൾ ഒരുപാട് വാചാലതയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ മിണ്ടാതിരിക്കുന്നു. നമ്മുടെ കാര്യമോ സ്വന്തം കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. അത് പറ്റൂല. നമ്മൾ സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട നിസ്കാരാണ്. അവലുമായി വഹാസബു ബിൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്സലാ. നിസ്കരിച്ചിട്ടുണ്ടോ അള്ളാഹു ചോദിക്കും. പക്ഷേ അവിടെ അള്ളാഹ്ക്ക് നിസ്കാരത്തിന് ആവശ്യമില്ല, നിസ്കാരം നമുക്കാ. അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം അത് നമുക്കാണ്. പക്ഷെ അള്ളാഹുവിനിക്കത് ആവശ്യമില്ല. പക്ഷെ അതെന്താണ് അള്ളാഹു ചോദിക്കാൻ കാരണം? ഒമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഈ 2 വർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. എന്നെ ആരാധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ഫർള് നിസ്കാരം മാത്രം നിർവഹിച്ചു പോയാൽ പറ്റൂല. ഫർള് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ പിന്നെ പ്രധാനപ്പെട്ടും ഉണ്ടാകുന്ന കാര്യം ഫർള്. അത് നിർവഹിച്ചാലോ ചോദ്യമില്ല, നീ ഫർള് നിസ്കരിച്ചിട്ടുണ്ട് എന്ന്. പക്ഷേ സുന്നത്ത ആ ഫർളിന് വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ, വല്ല പിശകും സംഭവിച്ചാൽ അവിടെ വെച്ച് ആ ഫർളിനിക്ക് പരിഹരിക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, ആരും കൈവിടരുത് കേട്ടോ. എന്റെ നഫ്സിനോടും പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളായ സഹോദരന്മാരോടും പറയുന്നു, നിസ്കാരം ഫർള് മാത്രമല്ല, സുന്നത്ത് നിർവഹിക്കണം. നിസ്കാരത്തിൽ നാം ശരീരം ഭാരമുള്ളവരാകാൻ പാടില്ല, അലസതമുള്ളവരാകാൻ പാടില്ല, മടിയന്മാരാകാൻ പാടില്ല. അസ്സലാത്തു മിഫ്താഹുൽ ജന്ന. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിസ്കാരമാണ് സ്വർഗത്തിന്റെ താക്കോല്. സ്വർഗം തുറക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട മാധ്യമം ആ നിസ്കാരമാണ്. നിസ്കാരത്തിലേക്കാണ് നാം ചെല്ലേണ്ടത്. അപ്പൊ നിസ്കരിക്കുന്ന ഒരുത്തൻ അവൻ കൃത്യമായി നിസ്കരിക്കുമ്പോൾ തന്നെ അവന്റെ നിസ്കാരത്തിൽ അവൻ അറിവുള്ളവനായി നിസ്കരിക്കണം. എങ്ങനെയും നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സാധൂകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എന്റെ മുഅ്മിനീങ്ങളായ സഹോദരന്മാരോട് ഞാൻ പറയുന്നു, ഉളൂ നിർബന്ധമാണ്. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് മുതിരുന്നില്ല. ഒരു വിഷയം മാത്രം പറഞ്ഞ് തൽക്കാലം ഞാൻ മൈക്കിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഉളൂ ചെയ്യുന്ന സന്ദർഭം ഗൾഫ് രാജ്യങ്ങളിൽ വരുന്ന ആളുകൾ സൗദികൾ ഉളൂ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങളും അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് പല ആളുകളും ഉളൂ ചെയ്ത് കൽപ്പിച്ച നിയമപ്രകാരമുള്ള ഉളൂ അല്ലാത്ത രൂപത്തിൽ ഉളൂ ചെയ്ത് നിസ്കരിക്കുന്നു. ഉളൂ ഇല്ലാത്തവനിക്ക് നിസ്കാരമില്ല. ഉളൂ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ പെട്ടതല്ല, പക്ഷെ ഉളൂ നിസ്കാരത്തിന് അവിഭാജ്യ ഘടകമാണ്. അത് നിസ്കാരത്തിൽ പെട്ടതല്ല മാത്രം. ഉളൂ ഇല്ലാത്തവനിക്ക് എന്തല്ല? നിസ്കാരമില്ല. അപ്പൊ ഉളുവിന്റെ ഒരു വിഷയത്തിന് തകരാറ് സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലായി പോയി, നിസ്കാരമില്ല. പിന്നെ പ്രധാനപ്പെട്ടത് ഉളു മനസ്സിലാക്കണം. തയമ്മം ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ ഉളു ചെയ്യാൻ പാടില്ല. ഇമാമിങ്ങൾ, അതായത് നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അവലംബിക്കുന്നവർ ആ രൂപത്തിൽ, ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളെ അവലംബിക്കുന്നവർ ആ രൂപത്തിൽ 4 മദ്ഹബും അത് ഖൈറാണ്. ആ 4 മദ്ഹബിനെയും അവലംബിച്ചായിരിക്കണം നിസ്കാരത്തിന്റെ കർമ്മപ്രവർത്തനങ്ങളിൽ, അതിന്റെ ഉളൂവിന്റെ പ്രവർത്തനങ്ങളിൽ നാം മുഴുകേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പോ GCC കൺട്രിയിൽ വന്ന്, ഗൾഫ് രാജ്യങ്ങളിൽ വന്ന് ഇസ്ലാം പഠിക്കുന്ന ചില കുട്ടികളുണ്ട്. നാട്ടിൽ നിന്ന് 5ാം ക്ലാസ് തങ്ങൾ പാപ്പാന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റും വാങ്ങി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇസ്ലാം മതം പഠിക്കുക. ഇസ്ലാം ഒരാളും അറിയാത്ത പുതിയ ഒരു രൂപം. ഉതെടുത്താല് വെള്ളം കൊണ്ട് നല്ല തടകുക. വെള്ളം കൊണ്ട് ഒലിപ്പിക്കുവോ? ഇല്ല. പിന്നെയോ കാല് കഴുകുവോ? ഇല്ല. സോക്സിന്റെ മേലെ തടകുക. ഏത് നിയമമാണ്, ഏത് മസാലയാണ് അതിന് പറഞ്ഞത്? എവിടെയാണ്, ആരാണ് 4 മദ്ഹബിലില്ലാത്തതല്ലേ സോക്സിന്റെ മേലെ തടകണം എന്ന് പറയുന്നത്? ഇപ്പൊ തണുപ്പ് സമയമാണ്, സോക്സ് ഇടാൻ പറ്റൂല. തടകിയാ മതി. ഞാൻ ഒന്ന് എടുത്തിട്ടിട്ട സോക്സാ. എവിടെ പറഞ്ഞ ഹുക്മ്? ഏത് ഫിഖിയ എന്താണ് പറഞ്ഞത്? എന്താണ് ഖുഫ? എന്താണ് സോക്സ്? പ്രിയമുള്ള സഹോദരന്മാരെ,
വളരെയധികം ശ്രദ്ധിച്ച് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ. അവരും ചെയ്യുന്നു, എല്ലാവരും ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാനും ചെയ്യുന്നു പറഞ്ഞാലേ പിന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ കൈവിരൽ കടിക്കേണ്ടി വരും. വളരെയധികം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. വുളൂ സഹിയായില്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. വുളൂവിന്റെ വെള്ളത്തിന്റെ കാര്യത്തിലും ശ്രദ്ധിക്കണം, ഉപയോഗിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിച്ചു അറിവില്ലെങ്കിൽ ചോദിച്ചു പഠിക്കുക. ഞാൻ വലിയ ആളാണ്, ചെറിയ കുട്ടികളോട് ചോദിക്കാൻ ലജ്ജയാണ് എന്നില്ല. ഒരു മനുഷ്യനിക്ക് എൽമ പഠിക്കുക എന്നത് അവന്റെ ജീവിതം മുതൽ മരണം വരെ ഉള്ളതാണ്. എത്ര വലുതായാലും ആരോടും ചോദിച്ചു പഠിക്കാം. പക്ഷെ ചോദിച്ചു പഠിക്കേണ്ടത് പഠിക്കാൻ പറ്റിയ അർഹരായ ആളുകളായിരിക്കണം. പഠനം അർഹത ഇല്ലാത്തവനോട് ചോദിച്ചു പഠിച്ചാൽ ശരിയാവില്ല. അത് പണ്ട് ഇബ്ലീസിന്റെ കെണിവലയിൽപ്പെട്ടവൻ നിസ്കരിച്ച് എലിമാലയിട്ട് നിസ്കരിച്ചതുപോലെയാവും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇബ്ലീസ് നമ്മുടെ ശത്രുവാണ്. നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തും മേൽഭാഗത്തും താഴ്ഭാഗത്തും രക്തത്തിലും മജ്ജയിലുമെല്ലാം അവൻ കേറിക്കളിക്കും. നമ്മുടെ അള്ളാഹുവിനോട് അവൻ അന്ന് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ചെയ്ത ഒരു വാഗ്ദാനമുണ്ട്, ഒരു ഉടമ്പടിയുണ്ട്. എന്നെ ഖിയാമത്ത് ദിവസം വരെ നീട്ടണം, എന്നിട്ട് നിന്റെ അടിമകളിൽ നിന്ന് അധികം ആളുകളെയും ഞാൻ അവർ സ്വർഗത്തിലേക്ക് പോകുന്നതിനെ തടയും, നിനക്ക് ഇബാദത്ത് ചെയ്യുന്നതിനെ തടയും. അവർ നല്ല സബീലിൽ വരുന്ന ആ വഴിക്ക് ഞാൻ നിന്നവരെ മുടക്കമാക്കും. അതുകൊണ്ട് അവന്റെ ആ ചാരുതയിൽ പെടാതെ, അവന്റെ ആ മാസ്മരികയിൽ പെടാതെ നാം എന്താക്കണം? നാം അള്ളാഹുവിനെ ഭയപ്പെട്ട് അറിവുള്ളവരായിട്ട് ഇബാദത്ത് ചെയ്യണം എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് തണുപ്പ് സമയമെന്ന് പറഞ്ഞ് നിങ്ങളാരും കാല് കഴുകാതെ വുളൂ ചെയ്ത് കാല് കഴുകാതെ വുളൂ എന്ന് പേരും പറഞ്ഞ് നിസ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇമാം ഷാഫി തങ്ങളാവട്ടെ 4 മദ്ഹബിലും അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ കുഫ്ഫ ധരിക്കുന്ന ആൾക്ക് അത് തൊലി കൊണ്ടുണ്ടാക്കിയ സാധനമാണ്. അത് ഈ പട്ടാളക്കാരായ ആളുകൾ ധരിക്കുന്നത് പോലെയുള്ള മുട്ടുവരെയുള്ള സാധനമാണത്. അത് ഊരാൻ പറ്റൂല. ഒന്നും എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവൻ മുസാഫറാണെങ്കിൽ 3 ദിവസവും അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവനിക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണ് അതിൻ്റെ. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാം ചെയ്യുന്ന ഇബാദത്തുകൾ നമ്മൾ അറിയാതെ നിഷ്ഫലമാകുന്ന ഓരോ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ എല്ലാവരും നല്ലപോലെ ശ്രദ്ധാകുലരാകണം എന്ന് മാത്രം ചെറിയ ഒരു എളിയ ഉപദേശം. ഞാൻ അതിനൊന്നും അർഹനല്ല, ഞാനൊരു പാവിയാണ്, ദോഷിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും പാവങ്ങളെ വിട്ടുപുറത്ത് പെരുമാറാകട്ടെ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമായ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വാലിഹായ അമലുകളുടെ കൂട്ടത്തിൽ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ഖൈറും ബർക്കത്തും തരുമാറാകട്ടെ. എല്ലാ സമയങ്ങളിലും വാഹനം കയറി യാത്ര ചെയ്യുന്നവരാണ് നാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യാത്രയിൽ ഒരു അപകടവും വരാതെ അപകട മരണങ്ങളെ തൊട്ട് നമ്മളെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ അടുത്ത് നമ്മുടെ ഇവിടെ RSന്റെ പ്രധാനപ്പെട്ട ഒരാള് മരണപ്പെട്ടു പോയി. അതുപോലെ 3 മലയാളികളിൽ അയാളാണ്. അതുകൊണ്ട് ആ ഉസ്താദിന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കുമാറാകട്ടെ. ആ ഉസ്താദിന്റെ കുടുംബത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ മരണപ്പെട്ട മലയാളികൾ അവരുടെ എല്ലാവരുടെയും കുടുംബത്തിന് അല്ലാഹു തആല റഹ്മത്തും ബർക്കത്തും ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങൾ അല്ലാഹു സ്വർഗീയ തോപ്പാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.